മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2024 ഡിസംബർ 31 ഈ ഒരു വർഷം ഇന്ന് അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈശോ വർഷിച്ചിട്ടുണ്ട്. നന്മകൾ കൊണ്ട് അവിടെ നമ്മളെ നിറച്ചിട്ടുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുക. ഇത് കൃതജ്ഞതയുടെ ഒരു ദിവസമായിരിക്കട്ടെ. ദൈവത്തിനു മുമ്പിൽ കൂടുതൽ ചെലവഴിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ ഈ ഒരു ദിവസം. സ്നേഹദൂത ശുശ്രൂഷയിലൂടെ ദിവ്യകാരുണ്യ ഈശോ വലിയ അത്ഭുതങ്ങൾ ഒത്തിരിയേറെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു വർഷമാണിത്. ഈശോയ്ക്ക് അതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് അത്തിവൃക്ഷത്തെ കുറിച്ചാണ്. ഈ അത്തിവൃക്ഷത്തിന്റെ ഉടമസ്ഥൻ ആ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ഫലമുണ്ടായോ എന്ന് അറിയുവാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ അതിൽ ഫലമൊന്നും കാണുന്നില്ല. ഉടനെ തന്നെ അവിടെ നിന്ന് കൂലിക്കാരനോട് പറയുകയാണ്, ഇത് വെട്ടി തീയിലെറിഞ്ഞ് കളഞ്ഞേക്കുക, കാരണം ഇതിൽ ഫലങ്ങളൊന്നുമില്ല. ഉടനെ തന്നെ ആ കൂലിക്കാരൻ പറയാണ്, ഒന്നുകൂടെ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് കളച്ച് വളമൊക്കെ ഇട്ടൊന്ന് കൊടുത്തു നോക്കാം, അത് ഫലങ്ങൾ പുറപ്പെടുവിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തോട് ഒത്തിരി സാദൃശ്യമുള്ള ഒരു വചനഭാഗമായത്. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഓരോ പ്രഭാതവും ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്നു. ഓരോ ദിവസം ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്നു. ഓരോ ദിവസത്തിന്റെയും അധ്വാനങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്നു. സന്തോഷം, സമാധാനം, ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം ദൈവം അനുവദിച്ചതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം കൃപകൾ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിറച്ചിട്ട് ആ ദൈവത്തിന് മുമ്പിൽ എന്തുമാത്രം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നന്മയുടെ, വിശുദ്ധിയുടെ നല്ല ഫലങ്ങൾ നമ്മളിൽ നിന്നുണ്ടായോ? എന്തുമാത്രം നമ്മൾ നന്മ ഈ ഒരു വർഷം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ജീവിതത്തിന്റെ അരികിൽ വരുന്നവർക്ക് എന്ത് നന്മ നമ്മൾ ചെയ്തു കൊടുത്തു? നമ്മുടെ സ്നേഹം, കരുതല് എങ്ങനെയായിരുന്നു? നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ കരുതല്, അത് എപ്രകാരമുള്ളതായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. അതുപോലെ വിശുദ്ധിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അശുദ്ധമായിട്ടുള്ള വഴിയിലൂടെയാണോ നമ്മൾ നടന്നത്? അശുദ്ധമായ ചിന്തകളും അശുദ്ധമായ വികാരങ്ങളും അശുദ്ധമായ പ്രവൃത്തികളുമാണോ നമ്മുടെ ജീവിതത്തെ നയിച്ചത്? നമ്മൾ പരിശോധിച്ചു നോക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതെങ്ങനെയായിരുന്നു? നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകള്, അതുപോലെ തന്നെ നമ്മുടെ ബലിയർപ്പണങ്ങള്, വചന വായന, ഇതെല്ലാം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം വീണ്ടും ഒരു സമയം കൂടി അനുവദിക്കുക. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശരിക്കും പരിശോധിച്ചു നോക്കാം. കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനു മുമ്പ് നമുക്കത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാനുള്ള ഒരു ദിവസം കൂടെ ആയി ഈ ദിവസത്തെ നമുക്കെടുക്കാം. ശരിക്കും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പുതിയൊരു മനുഷ്യനായി തീരണം. പുതിയൊരു മനുഷ്യനായിട്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. സ്നേഹദൂത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യണം. വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഈശോയ്ക്ക് നന്ദി പറയാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ ഓരോ കാര്യങ്ങൾ ഈ വർഷം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുമുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ ഒരു വർഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള സർവ്വ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വന്നുപോയ കുറവുകളെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുന്നു. ഈശോയെ, വീഴ്ചകൾ ഏറെ ഉണ്ടായിട്ടുണ്ട്, അതിനെല്ലാം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.